ഹായ്, നമസ്കാരം. വണക്കം. അങ്ങനെ വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക്. 7ാമത്തെ എപ്പിസോഡ് ഇല്ല, 6ാമത്തെ. ഇപ്പൊ IPL 10-60 കളിക്ക് അടുത്തായി. 60 അല്ല 55 കളി എന്തോ പോയി. ഇപ്പൊ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അത്ഭുതകരമായി തോറ്റുന്ന GT സെക്കൻഡായി. അതെ. ജയിച്ചിരുന്ന പഞ്ചാബ് തേർഡായി. അതെ. ബാംഗ്ലൂർ ഫോർത്തായി. അതെ. സൂര്യവംശിയുടെ സംഘവും പുറത്തായി. അഞ്ചാം സ്ഥാനത്ത്. ചെന്നൈ 6ാം സ്ഥാനത്ത്, 7ാം സ്ഥാനത്ത് ആരാണ്? ഡൽഹിയാണ്. ഡൽഹിയാണ്. അതെ, ഡൽഹി ഫോർ ഇന്ത്യ. അതിനുശേഷം 8ാം സ്ഥാനത്ത് ആരാണ്? കൊൽക്കത്ത. അല്ല, കൊൽക്കത്തക്ക് താഴെ ഡൽഹി. ചെന്നൈ, KKR, ഡൽഹി, മുംബൈ, LSC. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആരാണ്? ആര് കപ്പടിക്കുന്ന? ടോപ്പ് 4 ടോപ്പ് 4 എൻ്റെ ഒരു നല്ലൊരു സാധ്യത. പക്ഷേ ഞാൻ എന്തിനു റിപ്പീറ്റ് അടിക്കണം? ഗ്ലിച്ചല്ലേ? ഒന്നും കുടിച്ചിട്ടില്ലേ? ആലോചിച്ചതാ. പഞ്ചാബ്, SRH, GT. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കട്ട. RR, RCB. GT പറഞ്ഞില്ല. എന്റെ ഒരു നിഗമനത്തിൽ ആരും കയറരുത്. അതിന്റെ നിഗമനം ഞാൻ പറഞ്ഞുതരാം. മുംബൈ, LSG, ഡെക്കാൻ ചാർജേഴ്സ്. തെറ്റിച്ചു. കൊച്ചി ടസ്കേഴ്സ് കേരളയും വേണം. വേണമെങ്കിൽ സൈഡിൽ കൂടെ പൂനെ വരസിന്റെയും കൂടെ. എന്നാ ഒരു ഞാൻ പുറത്തേരെല്ലാം കുടിച്ച് കയറ്റാം. ടോപ്പ് 4 കയറ്റാം. സിഡ്നി സിക്സേഴ്സ്. എന്റെ ടോപ്പ് 4-ൽ നമുക്ക് RCB ഉണ്ട്, SRH ഉണ്ട്, RR ഉണ്ട്. പിന്നെ 4ാമത് ഞാൻ ഇച്ചിരി ബാലൻസ്ഡ് ആണ്. എനിക്കവിടെ GT കാരണം അല്ലെങ്കിൽ ചെന്നൈ കാരണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മുംബൈ കയറുന്നു. അത്രയ്ക്ക് നിർബന്ധം ഇരിക്കില്ല. അവസാനം മഴയും പെയ്ത് പോയിന്റ് ഒക്കെ മാറി റൺറേറ്റ് മാറി KKR 4ാം സ്ഥാനം. നല്ല രസമായിരിക്കും. എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ടോപ്പ് 3-ലുള്ള ഒരു ടോപ്പ് 4 എനിക്ക് ചെന്നൈ കയറണം. അതെ. അപ്പോൾ വരുമ്പം ബാംഗ്ലൂർ, പഞ്ചാബ്, ഗുജറാത്ത്, ചെന്നൈ, ഈ 4 പേരായിരിക്കും അതിൽ വരുന്നത് എന്നാണ് പ്രൊഡിക്ഷൻ. ഈ കളി നടക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അറിയാം. എല്ലാ ടീമിനും 3 കളിയല്ലേ ഉള്ളൂ? അല്ല, 4 കളി വെച്ചുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇന്ന് രാത്രി അടുത്ത കളി, ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ വരുള്ളൂ. ഇന്നിപ്പോ ഞായറാഴ്ച ബാംഗ്ലൂര് മുംബൈ കളിയുണ്ട്. അപ്പൊ ആ കളിയിൽ എന്താണ് ആയിരിക്കും? ആ കളിയില് മുംബൈ ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോഴേ മുംബൈ ജയിക്കൂ. പക്ഷെ മുംബൈ രണ്ടാമതാണ് ബാറ്റ് ചെയ്യണമെങ്കിലും മുംബൈ ചിലപ്പോഴേ ജയിക്കൂ. നീ ബാംഗ്ലൂരിൽ അതേപോലെ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ മത്സരം മുംബൈ വളരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. വളരെ മൂഞ്ചിയ അവസ്ഥയിൽ ബോളറിന് RCB ജയിപ്പിക്കും. ഇന്ന് പാണ്ഡ്യ ഇല്ല കളിക്ക്. അപ്പൊ ഒരു 30 റൺ കുറയും, പക്ഷെ തോക്കും. കഴിഞ്ഞ കളി അങ്ങനെ ഉണ്ടായിരുന്നു. ബാറ്റിംഗിലല്ല കേട്ടോ, ബോളിംഗിലാണ്. ഇവര് 240 അടിച്ചല്ലോ. ഞാൻ ഇത് ആരെ അടിക്കാനാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ടടിക്കുന്നു? അവരുടെ ഐഡിയ എനിക്ക് അപ്പോഴേ തോന്നി. അത് എനിക്ക് മാത്രമല്ല, എല്ലാ ഫാൻസിനും എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരുന്നു, ഇൻക്ലൂഡിങ് കമന്റേറ്റേഴ്സ്. ഇത് ആര് തിരിച്ചടിക്കും എന്നുള്ള. ശരിയാണ്. ഇത്ര 30 റൺ എന്തല്ലോ അല്ലെ? ആ ഒരു നല്ല മാർജിൻ അല്ല. ഒരു RCB കഴിഞ്ഞ സീസണിലല്ലേ ഫസ്റ്റ് കളി? RCB മുംബൈയുടെ ആദ്യത്തെ കളി ഈ സീസണിലെ 240 230 എന്തോ അടിച്ച് തോലച്ചില്ല. മുംബൈ നീ രാജസ്ഥാനായിരുന്നെങ്കിൽ ഓക്കെ. നോക്കടാ, മുംബൈ അടിച്ചത്. നീ മറ്റേ പ്രൈം മുംബൈ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അന്നത്തെ ബാറ്റിംഗ് ഓർഡറിൽ. ഇത് ആര് തിരിച്ചടിക്കാനാ? QDK പോലും വന്നില്ല ആ സമയത്ത്. അന്ന് SRH-നെതിരാണ് 243 അടിച്ചത്. തിരിച്ചടിച്ചില്ലേ? 19 ഓവറിലൊന്നും. സിമ്പിൾ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് IPL പോകുന്നത്. അങ്ങനെ മുംബൈയുടെ പരിപാടി പോണേ. ഇനി പറയുന്നത് നമ്മളെ KKR-ന്റെ പരിപാടി. ഷാറുഖ് ഖാന് കളി ജയിക്കണമെന്നുണ്ട്.
ഗ്രീനിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി കളിക്കും. ഗ്രീൻ പിന്നെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കളി ഫിന്നാലൻ സെഞ്ചുറി അടിച്ചു. പക്ഷെ അവന്മാർ അവസാനം കൊണ്ട് ഭയങ്കരമായിട്ട് കളി KKR. ഉം. അവസാനത്തെ 3 കളി ജയിക്കുന്നു, പഞ്ചാബ് അവസാനത്തെ 3 കളി തോക്കുന്നു, ബാംഗ്ലൂർ 2 കളി. അവസാനം ലോഡിംഗ് ആണ്. 5 കളി ജയിക്കുന്നു. GT സെക്കൻഡ് KKR പഠിച്ചടിച്ച് വരുന്നുണ്ട്. KKR അതാണ് ഒരു 2 ആഴ്ച മുമ്പ് ടോപ്പ് 4 നിന്ന് എല്ലാവരും കളി നോക്കുന്നു. ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് ജയൻ പരാഗിന് പരിക്കായി കഴിഞ്ഞ ദിവസം. ഹാംസ്റ്റർ ഇഞ്ചുറി. വലിച്ച് ഇട്ടതായിരിക്കും. ഹാംസ്റ്ററോ? ഹാംസ്ട്രിങ് ഇഞ്ചുറി. ഹാംസ്റ്റർ മറ്റേ പന്നിയെ പോലെ ഗിനി പന്നി പോലത്തെ ഹാംസ്റ്റർ. അത് വലിച്ചാരേലും പുറത്തിട്ടായിരിക്കും. ഹർഷ്ദീപിന്റെ റെക്കോർഡിന് അലർട്ട് ഉണ്ട്. 18 ഈക്വൽ ടൈ ആണ്. പക്ഷെ കുറച്ചു പേരുണ്ട്. ദേശ്പാണ്ഡെ ഉണ്ട്, ഷാറുൽ താക്കൂർ ഉണ്ട്. കോമ്പറ്റീഷൻ ഹർഷ്ദീപിനായിരിക്കും. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് ഓവർ. എന്തല്ലേ 15 റണ്ണം കണ്ടോ? ഒരു നോ ബോള് 4 വൈഡ്, ഫുൾ ഡോട്ട് ബോൾ 1 വൈഡ്. ഇതൊക്കെ ആരടിക്കാണ്? എന്നിട്ട് 152 ഓൾ ഔട്ട്. പക്ഷെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയത് സൂര്യവംശി കത്തി തുടങ്ങിയെങ്കിലും ഔട്ടായി. സൂര്യവംശിയും ജയ്സ്വാളാണ് മെയിൻ. പിന്നെ ജുറൽ. സൂര്യവംശി ഔട്ടായപ്പോഴാണ് അടിപൊളി. സ്കോർ 38 കണ്ടോ വരുന്നു. ജയ്സോൾ 2 റണ്ണ്. ഇപ്പം വളരെ കഷ്ടപ്പെട്ട് ജോസ് ബട്ട്ലറിനെ ഔട്ടാക്കി പോക്കറ്റ് എടുത്തിട്ട് ജഡേജ നമ്മൾ കണ്ടു. പക്ഷെ കളി തോറ്റ് കഴിഞ്ഞപ്പോൾ റഷീദ് ഖാൻ പോക്കറ്റിന് 2 പോയിന്റ് എടുത്ത് കാണിച്ചു. അതെ, ഇപ്പൊ GT എടുത്തൊക്കെ ഉണ്ടോ? അവരിപ്പോ ഭയങ്കര ഇതാണ്. അവരെ തോപ്പിച്ചാൽ അപ്പൊ ട്രോളാണ്. അത് സ്വന്തം ടീമുകൾ തന്നെ, അല്ലെ അഡ്മിൻ മാത്രമല്ല, ടീമിലെ പ്ലേയേഴ്സ് തന്നെ ഇടുന്ന ട്രോള്. ഇതുകൊണ്ടാണ് അവന് GT ഇഷ്ടമല്ലത്. അത് മാത്രമല്ല, വേറെ കാര്യം, നമ്മളെ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. GT അല്ല നമ്മൾ എതിർക്കുന്നത്, GT-യിലെ രാഷ്ട്രീയമാണ് നമ്മൾ എതിർക്കുന്നത്. അത് മറ്റേ ബ്ലാക്കിൽ മറ്റേ സാധനങ്ങൾ പവർഫുൾ ടോണിൽ. GT അല്ല, GT-യുടെ രാഷ്ട്രീയ നയങ്ങളാണ്. ലയണിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഞാൻ വെക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് IPL. ഇനി മെയിൻ ആയിട്ട് സാധനം ഇപ്പൊ ആരാ? ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, ഡോട്ട് ബോൾ ആരാ? ഓറഞ്ച് ക്യാപ്പ് കൂടുതൽ, റൺസ് കൂടുതൽ അഭിഷേക് ശർമ്മ, KL രാഹുൽ, ആ ഒരു ബെൽറ്റ് തന്നെയാണ് കൂടുതൽ. വിക്കറ്റ് ടേക്കാൻ സൂര്യവംശി ഉണ്ട്. ഇപ്പൊ കൂടുതൽ അവർ രണ്ടുപേരും കൂടുതൽ നിൽക്കുന്നത്. വിക്കറ്റ് ടേക്കിങ്ങില് നമ്മുടെ ഭുവനേശ്വർ കുമാറും അൻഷു കാമ്പോജ്, പ്രിൻസും ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഗ്യാങ്, അങ്ങനെയൊക്കെയാണ് സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത് പറഞ്ഞ ഡ്രോപ്പ് ക്യാച്ചസ്. നമ്മുടെ പഞ്ചാബിന്റെ കഴിഞ്ഞ കളിയിൽ ചഹലിന്റെ 3 വിക്കറ്റ് ഡ്രോപ്പിൽ പോയത്. ശശാങ്ക് ഇപ്പം കഴിഞ്ഞ കളി കൂട്ടാതെ തന്നെ ശശാങ്കും ഡൂബയും ടൈ ആയിരുന്നു. 5 ഡ്രോപ്പ് ക്യാച്ച് വീതം. അപ്പൊ കഴിഞ്ഞ കളി 8 ഡ്രോപ്പ് ക്യാച്ച് ആയി. 300 ക്യാച്ച് അലർട്ട്. ഇപ്പൊ 8 ക്യാച്ചിലെ ലീഡിലാണ് നിൽക്കുന്നത്. ഇന്ന് ഡൂബെ കളിച്ചു, ഞാൻ കളി കണ്ടില്ല എത്ര ക്യാച്ച് എനിക്ക് അറിഞ്ഞൂടാ. ചീത്ത വിളിക്കുന്നൊക്കെയാണ് കാണുന്നത്. ഇന്ന് ചാടി പറന്ന് പിടിച്ച ആളാണ്. ഓർമ്മ മനോജ് വരെയാണോ ക്യാച്ച് പിടിച്ചത് പണ്ട് പോണ്ടി 2014. അങ്ങനെ പിടിച്ച മനുഷ്യനാണ്. കയ്യിലൊന്ന് ബോളാണ് കളയുന്നത്. ഇപ്പൊ ഇതിന് ബാസ്കറ്റ് മേടിച്ചെന്ന് പറഞ്ഞു ആമസോണിൽ കൂട്ടത്തോടെ. അപ്പൊ ഒന്ന് വീഴുമല്ലോ ഇതിന്റെ തൊട്ട്. ഞെട്ടുന്നൊരു കാര്യം അറിയണോ? എന്താ സഞ്ജുനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഋതുരാജ് കളിക്കുന്നു. എന്താ 10 ബോൾ 0 അല്ല, 13 റൺ 4 ബോൾ. 13 റൺ 4 ബോൾ. 200 പ്ലസ് സ്ട്രൈക്ക് റേറ്റ് ഋതുരാജ്. 300 പ്ലസ്. സോറി, 300 പ്ലസ്. ഭയങ്കര തന്നെ. നീ കണ്ണു വെക്കില്ല, ജയിക്കിട്ട് സൂപ്പർ ഓവർ കയറാ. സോറി, സൂപ്പർ ഓവറിൽ ടോപ്പ് 4 കയറാനുള്ളതാണ്. ഒരു സൂപ്പർ ഓവർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മെയിൻ മറ്റേ സൂപ്പർ ഓവറാ 1 റണ്ണിന് പോയത്. അത് വെറുതെ കാരണം ഷാമി 6 അടിച്ച് സൂപ്പർ ഓവർ എത്തിച്ചൊരു കളി വെറുതെ കൊണ്ട് കളഞ്ഞ പോലെയാണ് തോന്നി. കളിച്ച് പരിയൊക്കെ കളിച്ചിരുന്നെങ്കിൽ കൊട്ടിയിട്ടല്ലേ കാരണങ്ങൾ കിട്ടുമായിരുന്നു. പിന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിൽ ഏറ്റവും മറ്റൊരു രസം കാരണം സുനിൽ നരൈൻ മെയ്ഡിന് അറിഞ്ഞല്ലോ 2014 നിക്കോളസ് പൂറിനെതിരെയായിരുന്നു. അതേ പൂറിനെതിരെയാണ് ഫസ്റ്റ് ബോൾ ഔട്ട്. നിക്കിപ്പി എന്ന് പറഞ്ഞത് കേട്ടോ, അതായിരിക്കും നല്ലത്. എൻപുരാനെതിരെയായിരുന്നു അന്ന് ഞാൻ മെയ്ഡിന് പറഞ്ഞു. ഈ വർഷം ഒന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നായിരുന്നു LSC KKR. അതിൽ കുറെ പേര് പറയുന്നു കോൺട്രവേഴ്സി ഉണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചില്ല ആ കളിയിൽ എന്തോ 6 പോയെന്തോ 4 കൊടുത്തു. പ്രാവശ്യത്തെ ഒട്ടുമിക്ക തേർഡ് അമ്പയറിംഗിലും ക്യാച്ച് ഒന്നും രണ്ട് റീപ്ലേ വലിയ സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് എങ്ങനെയാണ് തള്ളി നീക്കുക എന്നുള്ള രീതിക്കാണ് ഇതൊക്കെ പറയുന്നത്. അത് ജെയ്സൺ ഹോൾഡറിന്റെ ക്യാച്ച് ഉണ്ടായിരുന്നു മറ്റേ. അത് നോക്കിയതേ ഇല്ല. അതിനുശേഷം നമ്മുടെ മറ്റേ KKRന്റെ ഒരു കളിയുണ്ട്, KKR സൺറൈസ് ആയിരുന്നു തോന്നുന്നു. പോവല്
ഒറ്റ കയ്യിൽ ക്യാച്ച് എടുത്തായിരുന്നു. അത് 5 മിനിറ്റ് നിന്നാണ് അവർ നോക്കിയത്. അത് കൈ താഴെ സുഖമായിട്ടേക്കാണ് താഴെ കൈ ഉള്ളത്. അവന്മാര് നോക്കി മനസ്സിലാക്കി. ഞാൻ അറശിനെ തീർത്ത് എതിർത്ത് പറയുന്നു. അത് നമ്മൾ ബോർഡറിന്റെ കൈ അടിയിലൊന്നും ഇല്ല. ഒരാളുടെ അവന്റെ ഏലിയൻ കൈയൊന്നും ഇല്ലല്ലോ. അല്ല പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ കാണിച്ചതിൽ വെച്ചാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ 2 വർഷം കാണിച്ചിട്ട് അങ്ങ് മാറ്റി. ആ സമയത്ത് അത് ഭയങ്കര എതിർപ്പുണ്ട്. ഈവൻ അണ്ടർ-19 വേൾഡ് കപ്പിൽ പോലും ഒരു വിക്കറ്റിൽ ഇംഗ്ലണ്ട് ബോളർ ഇന്ത്യൻ പ്ലെയറിന്റെ വിക്കറ്റ് എടുത്ത സമയത്ത് ബോൾ തറയെ കുത്തിയാണ് എണീറ്റത്. അത് നോട്ട് ഔട്ടായി. എന്തുകൊണ്ട് ഹോൾഡർ അതന്നെയല്ലേ ചെയ്തത്? എന്നിട്ട് എന്തുകൊണ്ട് അത് ഔട്ടായി? അതെ, നമ്മൾ ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ അശ്വിൻ പോകുന്നതായിരിക്കും. ചോദ്യം ചോദിക്കാൻ തന്നെ ചെയ്യണം. കാരണം IPL അപ്പൊ അങ്ങനെയൊക്കെയാണ് IPL പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ജീവനോടെ വന്നിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, കാണുന്നവർ പ്രാർത്ഥിക്കുക. മിക്കവാറും നടക്കട്ടെ വിചാരിക്കും. നമ്മളാണല്ലോ കാണുന്നത്, നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അടുത്ത കളികളൊക്കെ വരില്ല, അപ്പോഴത്തേക്കും തീരുമാനമാവൂല IPL. അതെ, അപ്പം നമുക്ക് കാണാം. ബൈ. സബ്സ്ക്രൈബ്. ബൈ. നിർത്തിക്കും.